ഗൈസ്, ഇന്നലത്തെ മുഹമ്മദിനെതിരെയുള്ള മത്സരത്തിന് ശേഷം വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അടുത്തത് എന്ന് പറയുന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അത് റിസൾട്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു പുതിയ കോച്ചിന് എന്താണേലും വേണം. നിലവിൽ ഇൻ്ററിംഗ് കോച്ച് എന്ന ലെവലിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിൽ 3-0 എന്ന് പറയുന്നൊരു വിൻ സ്വന്തമാക്കാൻ സാധിച്ചു. നിലവിൽ ആ ഇൻ്ററിംഗ് കോച്ച് എന്ന് പറയുന്ന ഡ്യൂട്ടിയിലുള്ളത് പേരിന് നമുക്ക് പറയുകയാണെങ്കിൽ TG പുരുഷോത്തമനാണെങ്കിൽ നമുക്കറിയാം ഇന്നലെ സൈഡ് ലൈനിലേക്ക് ഉണ്ടായിരുന്നത് തോമസ് തോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റിസർവ് സൈഡിൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിൽ ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഇൻ്ററിംഗ് കോച്ചിൻ്റെ എനിക്കൊന്ന് കാലാവധി 3 മാച്ചസോ മറ്റോ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ടും ഒരു മുഖ്യ പരിശീലകനെ കൊണ്ടുവന്നില്ല, നമ്മൾ ഇവരെ വെച്ച് തന്നെ ഓടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യമൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ മാർക്കസിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്വീറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൾട്ടിപ്പിൾ കോച്ചസുമായിട്ടൊക്കെ ഇൻ്റർവ്യൂസ് നടന്നിട്ടുണ്ട്, ഇതുവരെ ഒന്നും ഡിസൈഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. സോ അതെപ്പോഴും വരുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ ഒരുപാട് പേരെ, ഇപ്പോൾ സ്ട്രൈക്കേഴ്സിൻ്റെയൊക്കെ വിഷയം വന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ നോക്കി, പക്ഷേ ഒന്നും ഫൈനലായിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഈ ഒരു മുഹമ്മദിനെതിരെയുള്ള ഒരു വിജയം സുഖമുള്ളൊരു തലവേദന മാനേജ്മെൻറ്റിന് സൃഷ്ടിച്ചിട്ടുണ്ട് തോമസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും. അതിൻ്റെ ഒരു ആവശ്യകത നമുക്കിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മുഹമ്മദിൻ്റെ റിസൾട്ട്, എസ്പെഷ്യലി അവരുടെ നിലവിലത്തെ ഒരു ഫോം എങ്ങനെയാണ് സീസണിലുടനീളം എന്നുള്ള അറിയാം, ഇന്നലത്തെ മത്സരത്തിലെ അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ള അറിയാം. അപ്പം അത് വെച്ച് ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കേണ്ടതില്ല. നമുക്കൊരു മുഖ്യ പരിശീലകനെ തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ എന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് ഈ സീസണിലെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടോ എന്നുള്ളതൊക്കെയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തോമസിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം കുറച്ച് യങ് ആണ്. സോ ഒരു മാനേജിങ് എന്ന് പറയുന്നതും ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഇവാൻ്റെ കാര്യത്തിൽ അത് എപ്പോഴും പ്രൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്ക്വാഡിനെ മാനേജ് ചെയ്തിട്ട് വേണം, അതിനുശേഷമാണ് ടാക്റ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലേക്കൊക്കെ വരേണ്ടത്. അപ്പം അത് എത്രത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളത്, പിന്നെ നമുക്ക് ഉറപ്പായിട്ടും റിസർവ് സൈഡിന് ആവശ്യമാണ് തോമസ് തോഷ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി കേട്ടിട്ടുള്ളൊരു വലിയ റൂമറാണ് താങ്ബോയ് സിംഗ്ദോയുടെ പേര്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സിംഗ്ദോ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ മുമ്പ് സിംഗ്ദോ പോയൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ കിട്ടിയാൽ നന്നായിരിക്കും. പക്ഷേ ഞാനത് പറഞ്ഞത് നമുക്ക് ആസ് എ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ, അല്ലെങ്കിൽ ആസ് എ ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന ലെവലിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവലാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഹൈദരാബാദിൻ്റെ കാര്യം നമുക്ക് നോക്കാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ കൂടുതൽ കളിക്കുന്ന മലയാളി പ്ലേയേഴ്സും കൂടിയാണ് എന്നുള്ളതും ഒരു കേരള ക്ലബിലേക്ക് അദ്ദേഹം മുമ്പ് KBC വർക്ക് ചെയ്തിട്ടുള്ളതാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഈ ഒരു മാനേജ് ചെയ്ത് അല്ലെങ്കിൽ റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നു. സ്റ്റിൽ 11 മത്സരങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാത്രം തീരുന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ടീമിൽ സ്ക്വാഡിൽ ഫിക്സ് ചെയ്യേണ്ട പൊസിഷൻസ് ഉണ്ട്. അത് കുറച്ചെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യപ്പെടേണ്ടതാണ്. സോ അത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ടോപ്പ് 6 എന്ന ലെവലിലെത്തി പ്ലേ ഓഫ് എങ്കിലും സ്വപ്നം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പം നിലവിലൊരു സാഹചര്യം നോക്കുമ്പം ഇന്ത്യൻ കോച്ചസ് എന്ന ലെവലിലൊന്നും ആരും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഇപ്പം താങ്ബോയ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഹൈദരാബാദിൽ ആ ഒരു ടീമിനെ വെച്ചിട്ട് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ KBC പോലൊരു ടീമിൽ നമ്മളൊരു പ്ലേ ഓഫിലേക്കൊക്കെ എത്തിക്കാനുള്ളൊരു കേപ്പബിൾ ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സീസണെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു രീതിയും അവിടെ നിലനിൽക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, സത്യമാണെന്നുള്ളത് അറിയത്തില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെ ഒരു ഹെഡ് കോച്ചിനെ നോക്കുന്നു എന്നുള്ളൊരു തരത്തിൽ ചില വാർത്തകൾ കണ്ടിരുന്നു. അതിനുശേഷം അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു ISL തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചിനെ കൊണ്ടുവന്ന് ഒരു രീതിയിലേക്ക് മാറാമെന്നുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് ഒക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാനിത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? ഒരു മുന്നോട്ടുള്ളൊരു കാര്യത്തിൽ കോച്ച് വന്നാൽ മതിയോ? എന്തൊക്കെ ഏരിയാസാണ് നമുക്ക് ഫിക്സ് ചെയ്യപ്പെടേണ്ടത്? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കണീഷൻ സനിയ.